പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ിലേക്ക് നോക്കി നമുക്ക് ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ച് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചേറ്റ് പറയുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്റെ സജീവ സാന്നിധ്യം ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് അതിരം കൊണ്ട് ഏറ്റു പറഞ്ഞ് നിന്നെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയുടെ തിരുവിലാവ് നമുക്ക് വേണ്ടി കുത്തി തുറന്ന സമയം, നമുക്ക് വേണ്ടി ഈശോയുടെ തിരുവിലാവിൽ നിന്ന് കരുണയൊഴുകുന്ന ഈ നിമിഷം നമുക്ക് പൂർണ്ണമായും നമ്മുടെ എല്ലാ വേദനകളും ഈശോയ്ക്ക് സമർപ്പിച്ച് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ ഇടപെടണമേ. കർത്താവേ ഞങ്ങളുടെ വേദന നിറഞ്ഞ നിമിഷങ്ങളിൽ, ഞങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ ഈശോയെ പൂർണ്ണമായി നീ ഇറങ്ങി വന്ന് ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഈശോ നമുക്ക് അനുവദിച്ചു തരുമ്പോൾ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ശാന്തമായി ഈശോയുടെ സന്നിധിയിലായിരിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പൗലോസ് ലീഗ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പം ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ച് വചനം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം നമ്മളോട് കരുണ കാണിക്കുമ്പോൾ അത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നുണ്ടോ എന്ന് പൗലോസ് ലീഗ ചോദിക്കുകയാണ്. നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുവാനാണ് ദൈവകരുണയുടെ ലക്ഷ്യമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ വചനം വ്യക്തമായി പറയുന്നു. കാരണം നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതുപോലെ പല ആത്മീയ ശുശ്രൂഷകൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ എത്രമാത്രം ഈശോയോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈശോയെ ഓരോ ആത്മീയ ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകളൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ എത്രത്തോളം ഈശോയ്ക്ക് വിട്ടുകൊടുത്താണ് നമ്മൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതെന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. കാരണം കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. നമ്മൾ ഓരോ ദിവസവും നമുക്കിങ്ങനെയുള്ള സാഹചര്യവും അവസരവും എല്ലാം ദൈവം തരുമ്പം നമ്മൾ എത്രമാത്രം വിശ്വാസത്തിൽ വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു ദുരിതമൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പം നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ഫേസ് ചെയ്യുന്നത്? അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പറയുന്നത് 57-ാം സങ്കീർത്തനം 2-ാം തിരുവചനമൊക്കെ പറയുന്നത്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ഈ നിമിഷം, ഈ കരുണയുടെ മണിക്കൂറിൽ, കാരണം നമ്മളോട് അത്രമാത്രം കരുണയാണ് ദൈവം നമ്മുടെ മേൽ വർഷിക്കുന്നത്. ഓരോ നിമിഷവും നമ്മളെടുക്കുന്ന ഓരോ ശ്വാസം പോലും ദൈവത്തിൻ്റെ കരുണയാണെന്നൊരു ബോധ്യം നമ്മളിലുണ്ടോ? അതോ ഒരു പ്രതിസന്ധി വരുമ്പം ദൈവത്തെ പഴിചാരുന്ന ഒരു സ്വഭാവമാണോ നമുക്കുള്ളത്? ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈ കരുണയുടെ മണിക്കൂറിൽ. കാരണം
ഒരുപാട് രോഗസൗഖ്യങ്ങളും വിടുതൽ ശുശ്രൂഷകളുമൊക്കെ കണ്ടതിന് ശേഷവും ശിഷ്യന്മാർ ഈശോയോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അവിടെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇത്രയധികം അത്ഭുതങ്ങൾ കണ്ട ശിഷ്യന്മാർ പോലും അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ അനുദിനം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവേ, നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം ഇടറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. കാരണം ഈശോ പോലും പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. പത്രോസിന് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു, സാത്താൻ നിന്നെ ഗോതമ്പ് പതിര് പോലെ പാറ്റാൻ ആഗ്രഹിച്ചു, നീ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പത്രോസെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തുക. ഈശോ പറഞ്ഞൊരു കാര്യമാണ് പത്രോസിനോട്. പത്രമാത്രം നമ്മൾ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്ന് അനുദിനം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ദാനമായിട്ട് കിട്ടുന്നതാണ്. എഫേഷ്യൻസ് 2:8 എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദാനമായി നിങ്ങൾക്ക് കിട്ടിയതാണ്. ആ ദാനം സ്വീകരിച്ചവരാണ് നമ്മൾ. ക്രൈസ്തവ സമൂഹം ഒരു വളരെ ചുരുങ്ങിയ ഏകദേശം 2/3 ജനസംഖ്യയുടെ 2/3 ഭാഗത്തോളം ക്രൈസ്തവ ജനസംഖ്യ ഉണ്ടെങ്കിൽ ബാക്കി എന്തോരം ആൾക്കാർ ഈശോയെ അറിയാതെ, ഈശോയെ രക്ഷകനും നാഥനുമായി തിരിച്ചറിയാൻ പോലും കഴിയാതെ കഴിയുന്ന ജനസമൂഹമുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് മത്തായി 10:8 പറയുന്നു, ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി നിങ്ങൾ കൊടുക്കുവിൻ. നമ്മൾ ഈ കരുണയുടെ മണിക്കൂറിൽ എല്ലാ സമയവും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കരുണ നമ്മൾ അനേകരിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഒരു കടപ്പാട്, ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ കരുണ അനേക മക്കളിലേക്ക് നമുക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കാരണം എന്തോരം ആൾക്കാർ നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അനേക മക്കളിലേക്ക് ദൈവ കരുണ ഒഴുകിയിറങ്ങുന്ന കർത്താവേ, ഒരു ചാനലായി, അങ്ങനെ ഒരു ഉപകരണമായി നീ ഞങ്ങളെ മാറ്റണം. അനേക മക്കൾ അന്ധകാരത്തിൽ കഴിയുന്നവരുണ്ട്, വേദനയിലും പ്രയാസത്തിലും വിഷമത്തിലും കഴിയുന്നവരുണ്ട്. കർത്താവേ, ഞങ്ങളെക്കുറിച്ച് മാത്രം പ്രാർത്ഥിക്കാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അനേകരിലേക്ക് നിൻ്റെ കരുണയൊഴുക്കുന്ന ഉപകരണങ്ങളായി മാറ്റാൻ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നും കൂടെ നമുക്ക് ഈ കരുണയുടെ മണിക്കൂറിൽ പ്രാർത്ഥിക്കാം. കാരണം ഈശോ 91 നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ മനസ്സും നമ്മൾ കാണണം. കാരണം 91-ാം സങ്കീർത്തനത്തിൽ എല്ലാവരും വായിക്കുന്ന ഒരു വചനഭാഗമാണ്, അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഈശോയോട് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. ഈശോയെ, നീ അനുവദിച്ചു തരുന്ന ഈ മണിക്കൂർ, ഈ കരുണയുടെ മണിക്കൂർ, ഈ പരിശുദ്ധ അൾത്താരയിൽ നീ എഴുന്നള്ളിയിരിക്കുമ്പോൾ നിന്നോട് എത്രമാത്രം ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. കാരണം നീ പറയുന്നുണ്ട്, അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ജെറമിയായുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ ഒരപ്പൻ്റെ വേദന പോലെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അരക്കച്ച അരയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഇസ്രയേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെന്ന് വചനം ജെറമിയ 13-ാം അധ്യായം 11 എഴുതി വച്ചിട്ടുണ്ട്. ഒരപ്പൻ്റെ സ്നേഹമാണ് മക്കൾ അപ്പനോട് ചേർന്നിരിക്കണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു സ്നേഹത്തോടെ ഈശോ നമ്മളെ ഓരോരുത്തരെയും ഈ കരുണയുടെ മണിക്കൂറിൽ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിച്ച് നമ്മളെ വിളിക്കുകയാണ്. അപ്പം നമ്മൾ അനേകരിലേക്ക് കരുണ ചൊരിയുന്ന ഒരു ഉപകരണങ്ങളാക്കി ഈശോ നമ്മളെ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ തിരുമണിക്കൂറിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഈശോയുടെ സന്നിധിയിൽ കൊടുക്കാം.
ഈശോയെ, നീ ഞങ്ങൾക്കായി മുറിഞ്ഞ നിമിഷമാണ്. ഞങ്ങളുടെ പാപഭാരം നീ കുരിശിൽ വഹിച്ച സമയം. ഞങ്ങളുടെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും ഈശോയെ നിനക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലേക്കും കർത്താവേ നിൻ്റെ കരുണയൊഴുകിയിറങ്ങണം. നിൻ്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. നമ്മുടെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവേ, അനേകരിലേക്ക് നിൻ്റെ കരുണയൊഴുകാൻ ഒഴുകിയിറങ്ങാൻ ഈ നിമിഷം കർത്താവേ നീ മാറ്റണമേ. നിമിഷത്തെ അനേകരിലേക്ക് കരുണ വർഷിക്കപ്പെടാനുള്ള ഒരു സമയമാക്കി നീ ഞങ്ങളെ മാറ്റണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലേക്കും കടന്നു വന്ന് നമ്മുടെ ഈശോ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോ ഏറ്റെടുത്ത് നമ്മുടെ വേദനകളും രോഗങ്ങളും എല്ലാം ഈശോ സൗഖ്യം തരും. ഈശോ നമ്മുടെ മേൽ കരുണ വർഷിക്കുമെന്ന് പൂർണ്ണമായ ഹൃദയത്തിൽ വിശ്വസിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം ചെയ്യാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന, എന്നുമെന്നും ആരാധന, എന്നുമെന്നും